വോയിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്ക്വയർ പിരമിഡ് എന്ന ഭാഗത്തു നിന്ന് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇതൊരു സ്പെഷ്യൽ ചോദ്യമാണ്. ആ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഇത് സ്ഥിരം സ്ക്വയർ പിരമിഡ് അല്ല, അതിൻ്റെ ഒരു പ്രത്യേകതയുള്ള സ്ക്വയർ പിരമിഡ്. എന്താണ് ആ പ്രത്യേകത? ഇഫ് ദി ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. ഇക്വിലാറ്ററൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ്, ഈക്വൽ സൈഡ്സ് ഉള്ള ട്രയാങ്കിൾസ് ലാറ്ററൽ ഫേസിൽ വരുന്ന ഒരു സ്ക്വയർ പിരമിഡിന്റെ ഇവിടെ തന്നിരിക്കുന്നത് ലെങ്ത് ഓഫ് ഓൾ ദി എഡ്ജസ് ഈസ് 80 centimeters. Then find a length of a lateral edge. ലാറ്ററൽ എഡ്ജിന്റെ ലെങ്ത് എന്താണ്? രണ്ടാമത്തെ ചോദ്യം സ്ലാന്റ് ഹൈറ്റ് എന്താണ്? മൂന്നാമത്തെ ചോദ്യം ഹൈറ്റ് എന്താണ്? നാലാമത്തെ ചോദ്യം ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? അഞ്ചാമത്തെ ചോദ്യം വോളിയം ഓഫ് ദി പിരമിഡ്. ഈ സ്ക്വയർ പിരമിഡ് പൊതുവെ ഉള്ള ഈ പ്രത്യേക ചോദ്യമല്ല, ഒരു സാധാരണ സ്ക്വയർ പിരമിഡിൽ ഉപയോഗിക്കുന്ന ഒരു 4 ലെങ്തുകളാണ്. ഒന്ന് ബേസ് എഡ്ജിന്റെ നീളം, രണ്ടാമത്തത് ലെങ്ത് ഓഫ് എ ബേസ് എഡ്ജ്, ആ എ എന്ന സിമ്പലിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്തത് ഇ എന്ന അത് ഇ എന്ന് പറയുന്നത് ലാറ്ററൽ എഡ്ജിന്റെ നീളം. അടുത്തത് എൽ. മൂന്നാമത്തേത് എച്ച്. മൂന്നാമത്തല്ല, നാലാമത്തേത്. ഈ പറയുന്ന അവ 2 മട്ടത്രികോണങ്ങളുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സൈഡാണ് വരുന്നത്. ഈ 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസും ഒന്നിച്ച് വരച്ച് ഇതേപോലെ ഓർത്തു വെച്ചാൽ അവ തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. കാരണം ഈ ഒന്നാമത്തെ, അതായത് ആ ഷെയ്ഡ് തിരിച്ചറിയാൻ വേണ്ടി ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇതിൽ വരുന്ന സൈഡ് താഴെ വരുന്നത്, അതായത് ആ റൈറ്റ് ട്രയാംഗിളിന്റെ ബേസിൽ വരുന്നത് a/2 ആണ്. പിന്നെ നേരെ മുകളിലേക്ക് വരുന്നത് അത് ഹൈറ്റ് ആണ്, അതായത് പെർപെൻഡിക്കുലർ സൈഡ്സ് 2 ആണ്. ലാസ്റ്റിലെ ചരിഞ്ഞിങ്ങനെ വരുന്നത്, അതായത് അത് സ്ലാന്റ് ഹൈറ്റ് ആണ്. അപ്പോ സ്ലാന്റ് ഹൈറ്റ് അവിടെ ഹൈപ്പോട്ടന്യൂസിൽ വരും. രണ്ടാമതൊരു റൈറ്റ് ട്രയാംഗിൾ നമുക്ക് അതിന്റെ ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസിൽ, ഒരു ലാറ്ററൽ ഫേസിൽ അതിന്റെ പകുതി നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. അതിൽ വരുന്നത് ബേസ് ആയിട്ട് വരുന്നത് ഈ ബേസ് എഡ്ജിന്റെ പകുതി തന്നെയാണ്. ഹൈറ്റ് കുത്തനെ വരുന്നത്, നേരെ മുകളിലേക്ക് വരുന്നത്, അതായത് പെർപെൻഡിക്കുലർ സൈഡിൽ രണ്ടാമത്തേത് സ്ലാന്റ് ഹൈറ്റ് ആണ്. ഓർക്കേണ്ടത്, ആദ്യത്തേതിനകത്ത് സ്ലാന്റ് ഹൈറ്റ് വരുന്നത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ടും, രണ്ടാമത് നമ്മൾ പറയുന്ന റൈറ്റ് ട്രയാംഗിളിൽ ഹൈറ്റ് ആയിട്ട് വേണം. അതായത് പെർപെൻഡിക്കുലർ സൈഡിൽ നേരെ മുകളിലേക്ക് വരുന്നതാണ്. ഇത് രണ്ടും കൂടി നേരെ വരച്ചിരിക്കുന്നു, രണ്ടും ഒന്നിച്ച് വരച്ചതുകൊണ്ടാണ് അത് നമുക്ക് ഒരു ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അടയാളം കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് ഇ ആണ് വരുന്നത്. അപ്പോ ഈ റൈറ്റ് ട്രയാംഗിളിൽ നമ്മൾ ഇ കാണുമ്പോൾ √L² + a/2 the whole square വരും. ഇവിടെ ഇത് ഉപയോഗിച്ച് എൽ കാണുമ്പോൾ √H² + a/2 the whole square വരും. അപ്പോൾ ഒരിടത്ത് ഇ കാണുമ്പോഴാണ് പ്ലസ് വരുന്നത്, രണ്ടാമത്തേടത്ത് കൂടുതലും ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന തരമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. അത് എല്ലാണ് ചരിഞ്ഞു വരുന്നത്, അതായത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട്. അപ്പോൾ നമുക്ക് അതിന്റെ റിലേഷൻ എല്ലാം ഓർക്കാൻ ഈ 2 ചിത്രം സെപ്പറേറ്റ് വരയ്ക്കുന്നതിനോട് ഇങ്ങനെ മനസ്സിൽ വെച്ചിരുന്നാൽ മതിയാവും. ഇനി അടുത്തത് ഈ പറയുന്ന റൈറ്റ് സ്ക്വയർ പിരമിഡ് ആണ്. ഈ സ്ക്വയർ പിരമിഡിന്റെ
ലാറ്ററൽ ലാറ്ററൽ ഫേസുകളെല്ലാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓൾ ദി എഡ്ജസ് ഈക്വൽ ആണ്. അതായത് ബേസ് എഡ്ജും ലാറ്ററൽ എഡ്ജും ഈക്വൽ ആണ്. ലെങ്ത് ഓഫ് എ ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത് ഇ ആണ്. ആ ഇയും എയും ഒന്ന് തന്നെയാണ്. ഇത് ഇവിടെ നിന്ന് നമുക്ക് ഇത് ഈ പറയുന്ന ആകെ ഒരു റൈറ്റ് അല്ല ഒരു സ്ക്വയർ പിരമിഡിന് ബേസിൽ 4 എഡ്ജും പിന്നെ ലാറ്ററൽ ഫേസിൽ ആകെ 4 എഡ്ജും, അങ്ങനെ 8 എഡ്ജുകളുണ്ട്. 8ഉം ഈക്വൽ ആണ്. അതിന്റെ ടോട്ടൽ ലെങ്ത് ആണ് 80. അതുകൊണ്ട് 80/8 അത് 10 ആണ്. 10 അതാണ് ആദ്യത്തെ ഭാഗം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10 സെന്റിമീറ്റർ. രണ്ടാമത്തേത് സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. നിങ്ങൾ ഓർക്കേണ്ടത് ഈ കണക്കിൽ മാത്രം എയുടെ ഭാഗത്ത് വരുന്നത് ഈ പറയുന്ന 10 തന്നെയാണ്. ഇവിടെ വരുന്നത് 10ന്റെ പകുതിയായ എയുടെ പകുതിയാണ്. എയുടെ പകുതിയാണ്. അതായത് 10ന്റെ പകുതിയായ 5 ആണ്. ഇപ്പോ എൽ എന്ത് വരും? അതാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. ഇത് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. ഓർത്തു വെക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത്തരം ഒരു ചോദ്യത്തിൽ a/2 സെയിം ആയിട്ടാണ് വരുന്നത്. a/2 സെയിം ആയിട്ട് വരികയാണെങ്കിൽ അവിടെ രണ്ടിടത്തും നമുക്ക് ഒരു a/2 ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ a/2 അവിടെ അങ്ങനെ തന്നെ. ഈ എയും a/2മായി ഈ ഒരു പ്രത്യേക ചോദ്യത്തിൽ ഇവിടെ എ തന്നെയാണ് വരുന്നത്. ബേസിൽ a/2ഉം ഹൈപ്പോട്ടന്യൂസിൽ എയുമാണ് വരുന്നതെങ്കിൽ ഇവിടെ √3 × a/2 ആയിരിക്കും. √3 × a/2 നമുക്കത് ഓർത്തു വെച്ചാൽ മതി. √3 × a/2 വരത്തുള്ളൂ. അല്ലെങ്കിൽ a/2 × √3 ആണ് വരുന്നത്. ഇവിടെ വരുന്നത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യും. അതായത് ഈ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ മൈനസ് ചെയ്ത് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ √2 × a/2 വരും. അപ്പൊ √2 × a/2 ആണ് ഇവിടെ വരുന്നത്, ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ എഴുതിയാൽ മതിയാകും. അപ്പൊ ഇതുപോലൊരു ചിത്രം വരച്ചിട്ട് ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അത് അങ്ങനെ ചെയ്താൽ മതിയാകും. എലാബറേറ്റ് ആയിട്ട് അതിന്റെ ക്രിയകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഈ കണക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. a/2 × √2 എന്നോ അല്ല √3 എന്നോ √3 അതിന്റെ ന്യൂ നമ്പർ, അതായത് ഇറാഷണൽ ആയിട്ടുള്ള ഈ നമ്പർ രണ്ടാമത് പറയാം. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇറാഷണൽസ് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ എയുടെ പകുതി 10ന്റെ പകുതി 5ഉം √3 കൂടെ ചേർത്ത് നേരിട്ടെങ്കിൽ എഴുതിയാൽ മതിയാവും. അടുത്തത് ഹൈറ്റ്. ഹൈറ്റ് ഇതേപോലെ നമുക്ക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമാണിത്. അവിടെ a/2 × √2 എന്നിട്ടാ മതി. അപ്പൊ a/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 √2 അത്രയും സെന്റിമീറ്റർ ആണ്. ഇനിയും ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ ആദ്യം ഫോർമുല എഴുതിയിട്ട് 2AL = 2 × A. നമുക്കിവിടെ 10 ആണ്. × L നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. L എന്ന് പറയുന്നത് 5√3 ആണ്. 5√3. അപ്പൊ നമുക്കിത് 10 × 10, ഇത് 2 × 5 10, 10 × 10 100, 100√3 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് നമുക്കത് നേരിട്ട് ആൻസർ എഴുതാം. വോളിയം എന്ന് പറയുന്നത് എന്താ? 1/3 a²h ആണ്. നമുക്ക് ഫോർമുല എഴുതാതിരിക്കാൻ നമുക്ക് ചെയ്യാം. നമ്മുടെ സൗകര്യം പോലെ 1/3 × a എന്ന് പറഞ്ഞാൽ അവിടെ 10 ആണ്. അപ്പൊ 10² × h എന്ന് പറയുന്നത് 5√2 ആണ്. 5√2 ചെയ്താല് = നമുക്ക് 5 × 100 500
√3 അല്ല √2 ഡിവൈഡഡ് ബൈ 3. ഇത്രയും നമ്മളെ ഇതേപോലെ എഴുതിയാൽ മതി. ഫർദർ കാൽക്കുലേഷൻ ആവശ്യമില്ല. 500 √2 ഡിവൈഡഡ് ബൈ 3 അത് ക്യൂബിക് സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ ക്യൂബ് എന്നും എഴുതിയാൽ മതിയാവും. സോ ഒന്ന് 100 √3, മറ്റത് 500 √2 ഡിവൈഡഡ് ബൈ 3. ഇനിയും ഇതിനകത്ത് ടോട്ടൽ സർഫസ് ഏരിയ ചോദിക്കുകയാണെങ്കിൽ ബേസിന്റെ ഏരിയ A² കൂടെ ആഡ് ചെയ്താൽ മതിയാവും. അത് 10² കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കാം. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഗുണം കൂടി നമുക്ക് ഒന്ന് പറയാം. ഈ ചിത്രം നമ്മൾ ഓർത്തു വെക്കുകയാണെങ്കിൽ ഇതിലൊരു പ്രധാന വസ്തുത അടങ്ങിയിരിക്കുന്നു. എന്താണ്? ഈ A/2 ഇത് ഇവിടെ H ആണ്, ഇവിടെ L ആണ്, ഇവിടെ E ആണ്. ഈ H-ന്റെയും L-ന്റെയും E-യുടെയും സ്ക്വയറുകൾ, H, L, E ഇവയുടെ സ്ക്വയറുകൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് എടുക്കുന്നു. അതിന്റെ കോമൺ ഡിഫറൻസ് ഈ A/2 സ്ക്വയർ ആയി. ഇത് ഇതിനകത്തൊരു അങ്ങനെ ചോദ്യം പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രൂവ് ദാറ്റ് the square of H, L and E form squares of H, L and E form an arithmetic sequence, അല്ലെങ്കിൽ 3 terms of an arithmetic sequence എന്നോ അല്ലെങ്കിൽ form an arithmetic sequence and it's find its common difference എന്നും കൂടെ പറയാം. അങ്ങനെ ചോദിക്കാം. അപ്പോൾ കോമൺ ഡിഫറൻസ് അതിനകത്ത് A/2 സ്ക്വയർ ഇങ്ങനെ എക്സ്ട്രാ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അങ്ങനെ ഓർത്തു വെക്കണമെന്നില്ല. പക്ഷെ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. നോ ഫർദർ കാൽക്കുലേഷൻ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആവശ്യമില്ല. ജസ്റ്റ് ഇത് ഓർത്തു വെക്കുക. വാട്ട് ഈസ് ലാൻഡ് ഹൈറ്റ്? A/2 × √3. ഹൈറ്റ് A/2 × √2. പിന്നെ അത് വെച്ചിട്ട് ബാക്കി കാൽക്കുലേഷൻ ചെയ്യുക. അപ്പൊ ഇതാണ് പ്രധാനം. A = B ആണ് ഒരു കാര്യം. മറ്റൊന്ന് A/2 × √3 ആണ് L. L = A/2 × √3 and H = A/2 × √2. These two are very important. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.